നമ്മൾ കഥ നിർത്തിയത് എവിടെയെന്ന് പറയുന്നു. ചുള്ളിക്കോട് മല തന്നിൽ വസിക്കുന്ന സമയം ഇബാദത്തിൻ തടസ്സമായി ജനം വന്ന് നിറയും. ഇവിടത്തിൽ ഇനി നിന്നാൽ ശരിയല്ലെന്നുറച്ച് അവിടെന്ന് മറഞ്ഞിടുന്നേ. ബഹുമാനർ അജ്മീറിലണഞ്ഞിടുന്നേ. ചുള്ളിക്കോട് മല തന്നിൽ വസിക്കുന്ന സമയം ഇബാദത്തിൻ തടസ്സമായി ജനം വന്ന് നിറയും. ഇവിടത്തിൽ ഇനി നിൽക്കൽ ശരിയല്ലെന്നുറച്ച് അവിടെന്ന് മറഞ്ഞിടുന്നേ. ബഹുമാനർ അജ്മീറിലണഞ്ഞിടുന്നേ. അതെ, നമ്മൾ പറഞ്ഞു ചുള്ളിക്കോടൻ മല പൂക്കുഞ്ഞിച്ചോരയുടെ അരികിൽ വലിയൊരു കാഞ്ഞിരക്കൂട്ടത്തിലായിരുന്നു മഹാനായ വീരാനൗരി ഉപ്പാപ്പ ഇബാദത്തിൽ മുഴുകി താമസിച്ചിരുന്നത്. അവിടെ അപ്പോൾ അദ്ദേഹത്തിനെ കാണാൻ വേണ്ടി, മഹാനവറുകളെ കാണാൻ വേണ്ടി ജനങ്ങൾ അദ്ദേഹത്തിനെ അറിയാൻ തുടങ്ങി, അവിടെ താമസിക്കുന്ന വിവരം. പക്ഷേ ബഹുമാനപ്പെട്ടവർ ജനങ്ങളെ നല്ല നിലക്ക് സ്വീകരിച്ചു. തന്ത്രത്തിൽ അവിടെ നിന്ന് മുങ്ങാൻ വേണ്ടി തീരുമാനിച്ചു. കാഞ്ഞിരത്തിൻ്റെ ഇലയും അതുപോലെ തന്നെ പച്ചവെള്ളവുമൊക്കെ നല്ല മധുരത്തോടെ പലർക്കും അവിടേക്ക് സന്ദർശിക്കാൻ വേണ്ടി ചൊല്ലുന്നവർക്ക് കൊടുക്കുമായിരുന്നു. പിന്നീട് ജനങ്ങൾ കൂട്ടം കൂട്ടമായി ചെന്നപ്പോൾ അവിടെ നിന്ന് താമസം മാറ്റി കൊണ്ടോട്ടിപ്പള്ളിയിലും അതുപോലെ തന്നെ മനസ്സ് ഏക റബ്ബിൽ ഉറപ്പിച്ചുകൊണ്ട് ഇബാദത്തിൽ മുഴുകി ദിനരാത്രങ്ങൾ കഴിച്ചു കൂട്ടുകയാണ് മഹാനായ വീരാനൗരി ഉപ്പാപ്പ. പിന്നെ അദ്ദേഹത്തിൻ്റെ മനസ്സിലൊരു ചിന്ത നാമ്പെടുക്കുകയാണ്. അത് മറ്റൊന്നുമായില്ല, തുടർന്ന് പഠിക്കണമെന്നൊരു ഉദ്ദേശത്തോടു കൂടി അദ്ദേഹം പൊന്നാനി മസ്ജിദിലേക്ക് തിരിക്കുകയാണ്. അങ്ങനെ പൊന്നാനിൽ മസ്ജിദിൽ കുറച്ചു കാലം കഴിച്ചു കൂട്ടിയപ്പോൾ ഇതൊന്നും ഒരു ശരിയല്ല എന്ന് മനസ്സിലാക്കി ഇനിയും അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള മാർഗം, ഏക റബ്ബിൽ അത്രയും അടുത്ത കാരണം കൂടുതൽ പഠിക്കാൻ കഴിയാതെ അദ്ദേഹം അജ്മീർ ഷരീഫിലേക്കാണ് പോയത്. ആ രംഗം കവി തന്നെ വിവരിക്കട്ടെ. അജ്മീർ ഷരീഫിലായി പിന്നെ വലിയോരും ദിനമാതും കഴിച്ചിടുന്നേ. മികവേറും താജുൽ വിലായത്തും നേടിയവർ ഇബാദത്തിൽ കഴിഞ്ഞിടുന്നേ. അജ്മീറിൽ വാസിത്തിടും കാലം പരിശുദ്ധ ഹജ്ജവർ നടത്തിയിടുന്നേ. അതെ, മഹാനായ വീരാനൗരി ഉപ്പാപ്പ കഥാപുരുഷൻ അജ്മീർ ഷരീഫിൽ 13 കൊല്ലം, ഹജ്ജടക്കം 20 വർഷം താമസിക്കുകയുണ്ടായി. അക്കാലത്ത് ഇബാദത്തിലും റിയാദത്തിരുന്ന സ്ഥലത്തിനും ഔലിയ മസ്ജിദ് എന്ന പേരിലാണ് ഇന്നും അറിയപ്പെടുന്നത്. മഹാനവറുകൾ അവിടെ വെച്ച് സത്യസന്ധതയിലും ഇബാദത്തിലും കീർത്തി മികച്ച താജുൽ വിലായത്തിൽ എത്തിച്ചേർന്ന ഒരാളായി മാറുകയുണ്ടായി. പിന്നീട് അവർ ചിസ്തിയ ത്വരീഖത്തിൽ ചേർന്ന് വിപുലമായ പ്രവർത്തനങ്ങളിലും ഇബാദത്തിലും കൊല്ലങ്ങളോളം കഴിച്ചുകൂട്ടിയെന്ന് മാത്രമല്ല അതിനിടയിൽ ഹജ്ജ് കർമ്മം നടത്തിയതായും അറിയപ്പെടുന്നു. അങ്ങനെ മഹാനവറുകൾ വീരാനൗലിയ ഉപ്പാപ്പ അജ്മീറിൽ കഴിയുകയാണ്. ഈ സമയം കെട്ടിടമൊന്ന് വലിയാർ പാടിയത് സ്വന്തം ചിലവിൽ അജ്മീറിൽ തന്നെ. മലബാർ ഹൗസ് എന്ന പേരിലറിയുന്നേ കേരളക്കാരെ പരിഗണിച്ചന്നേ. അങ്ങനെ ഉപ്പാപ്പാൻ്റെ സ്വന്തം ചെലവിൽ 22,000 രൂപ വില വരുന്നതും മക്ബറയുടെ അടുത്ത് തന്നെ ഒരു കെട്ടിടം മേടിക്കുകയും ചെയ്തു. അങ്ങനെ അത് വഖഫ് ചെയ്തു. ഖാജാൻ്റെ മുരീദും ഖാദിവുമായ ഹസ്രത്ത് സയ്യിദ് വലിയുദ്ദീൻ ചിസ്തി റളിയല്ലാഹു തആല എന്നിവരെ ഏൽപ്പിക്കുകയാണ് ഉണ്ടായത്. ഇപ്പോഴും അത് കേരളക്കാരുടെ പ്രത്യേക സൗകര്യവും താല്പര്യവും കണക്കിലെടുത്ത് അവരുടെ മകൻ വലിയുദ്ദീൻ ചിസ്തി റളിയല്ലാഹു തആല എന്നവർ നല്ല നിലയിൽ നടത്തി വരുന്നു. ഏതായാലും ഹജ്ജും കഴിഞ്ഞവർ വീട്ടിൽ അണഞ്ഞിടുന്നേ. പിതാവും വിടാ പറഞ്ഞേ ദുഃഖിച്ചവരുമന്നേ. ഹജ്ജും കഴിഞ്ഞവർ വീട്ടിൽ അണഞ്ഞിടുന്നേ. അതെ, അജ്മീറിൽ വസിക്കുന്ന കാലം തന്നെ ഹജ്ജ് നിർവഹിക്കുകയുണ്ടായി. അങ്ങനെ ഹജ്ജ് കർമ്മങ്ങളൊക്കെ കഴിഞ്ഞ് വീട്ടിൽ തിരിച്ചെത്തി. പക്ഷേ അപ്പോഴേക്കും പിതാവ്
വിട പറഞ്ഞിരുന്നു. ദുഃഖിതനായി കഴിയുന്ന ഉമ്മാനെ വിട്ട് പോകാൻ കഴിയാതെ അവിടെ തന്നെ മഹാനായ വീരാനൗലിയ ഉപ്പാപ്പ താമസമാക്കി. താമസിയാതെ തറവാട്ടിലെ പഴയ കിണറിന് തൊട്ടടുത്ത് വീണ്ടും ഒരു കിണർ മഹാനവറുകൾ കുഴിക്കുകയും ഹജ്ജിന് പോയി വന്നപ്പോൾ കൊണ്ടുവന്ന സംസം വെള്ളത്തിൽ നിന്ന് ഒരു പാത്രം വെള്ളം അതിലൊഴിക്കുകയും ചെയ്തു. കാണുവാനും അതുപോലെ തന്നെ രോഗശമനത്തിനും മറ്റുമായി വരുന്ന ആളുകൾക്ക് അതിൽ നിന്ന് വെള്ളം മുക്കിക്കൊടുക്കുമായിരുന്നു. അതിനാൽ എല്ലാ മാറാവ്യാധി രോഗങ്ങളും വിട്ടുമാറുകയും ചെയ്തിരുന്ന ആ വിവരം നാട്ടിലുടനീളം കാട്ടുതീ പോലെ പരക്കുകയും ധാരാളം ആളുകൾ രോഗശമനത്തിനായി എത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുക പതിവായിരുന്നു. ഏകാന്ത ജീവിതത്തിനുള്ള ഉത്സാഹവും കാരണം സ്വൈരമായി ഇബാദത്ത് ചെയ്യേണ്ട ഉദ്ദേശത്തോടുകൂടി അതിന് പറ്റിയ ഒരു മല മഹാനായ വീരാനൗലിയ ഉപ്പാപ്പ തിരഞ്ഞെടുക്കുകയാണ്. ഏതാണ് ആ മല എന്നറിയണ്ടേ? അതാണ് പാലക്കാട് ജില്ലയിലെ അനങ്ങന്മല എന്ന ആ പ്രദേശം. ആ മലയാണ് മഹാനായ വീരാനൗലിയ ഉപ്പാപ്പ തൻ്റെ ഏകാന്തവാസത്തിന് തിരഞ്ഞെടുത്തത് എന്ന് മാത്രമല്ല, അങ്ങനെ അനങ്ങന്മലയിൽ എത്തിച്ചേരുകയാണ്. കവി പറയുന്നു, അനങ്ങൻ മലയെന്നൊരു ദേശത്തെത്തിയവരും കൂടുകയായി, ലൗകിക ചിന്തകൾ വിട്ടവർ റബ്ബിലയിക്കുകയായി, അവിടം താമസം ചെയ്തിടലായി. അനങ്ങൻ മലയെന്നൊരു ദേശത്തെത്തിയവരും കൂടുകയായി, ലൗകിക ചിന്തകൾ വിട്ടവർ റബ്ബിലയിക്കുകയായി, അവിടം താമസം ചെയ്തിടലായി. അങ്ങനെ മഹാനവറുകൾ തൻ്റെ ഏകാന്തവാസത്തിന് ആദ്യമായി രണ്ടാമതായി തിരഞ്ഞെടുത്ത മലയായിരുന്നു അനങ്ങന്മല അഥവാ ചെർപ്പുളശ്ശേരി കടുത്ത അനങ്ങന്മല എന്ന് പറയുന്ന പ്രദേശമാണ് മഹാനവറുകൾ തിരഞ്ഞെടുത്തത്. അങ്ങനെ അനങ്ങന്മലയിൽ അദ്ദേഹം അള്ളാഹുവിൻ്റെ ഇബാദത്തുമായി കൂടുകയാണ്. ആ രസകരമായ ചരിത്ര സംഭവങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് അടുത്ത എപ്പിസോഡിൽ വിവരിക്കാൻ അല്ലാഹു റബ്ബുൽ ഇസ്സ തൗഫീഖ് ചെയ്യട്ടെ.